ഒരു മുൻവിധികളില്ല. നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല. പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ ഇല്ല. മൊത്തത്തിൽ നമ്മൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ. സർക്കാരാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഖജനാവിൽ പൈസ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം. അഡീഷണൽ ആയിട്ട് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ അത് പരമാവധി 10-ാം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്നാലും പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേക്കും താമസിക്കുന്നു. അതുകൊണ്ടാണ് വരുന്നത്. കാരണം 10-70 കോടി രൂപ വേണം. ചെറിയ പൈസ അല്ല. 2 ഗഡുക്കളായിട്ട് കൂടുമ്പോൾ 70 കോടിയോളം വരും. അപ്പൊ അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല. നമ്മളത് പെട്ടെന്ന് KSRTCയുടെ ഒരു കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ലൈസൻസ് അന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വലിയൊരു ഇടതുമുന്നണി സർക്കാരിന്റെ ഒരു വലിയ സഹായമാണ് KSRTC. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. KSRTC നഷ്ടം കുറച്ച് കൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ സമരം ചെയ്തവർ കടങ്ങൾ പരമാവധി തീർത്തു കൊണ്ടുവരും. KSRTCക്ക് തന്നെ കൊടുക്കാൻ കഴിയുമായിരുന്നു. ഈ മാസം സാലറി ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ സമരത്തിൽ. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ ഓവർ ഡ്രാഫ്റ്റ് കിട്ടില്ലെന്ന് അവർക്ക് അറിയാം. കാരണം കഴിഞ്ഞ 31-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് റിസർവ് ബാങ്കിന്റെ ബാൻ മാറി കിട്ടുന്നത്. KSRTCക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിട്ടില്ല. ഒരു ബാങ്ക് ഇന്ത്യയിലെ ഒരു ബാങ്കും KSRTC ലോൺ തരില്ലായിരുന്നു. ഈ കഴിഞ്ഞ 31-ാം തീയതി മാർച്ച് 31-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഏതാണ്ട് 450 കോടി രൂപയാണ് അടച്ച്. പിന്നെ അത് കഴിഞ്ഞൊരു 270 വരാൻ 10-650 ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അടച്ചു തീർത്തിട്ടാണ് ഈ ഒരു ബാൻ മാറി കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഓവർ ഡ്രാഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആര് തരും? ഒരു പൈസ ലോൺ കിട്ടത്തില്ല. അത് അവർ അറിയാതെ പറയുന്നതാണ്, അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്, മനഃപൂർവ്വം പറയുന്നതായിരിക്കും. അങ്ങനെ ഒരിക്കലും ഇല്ല. KSRTC കഴിഞ്ഞ 31-ാം തീയതി വരെ ലോൺ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ KSRTCക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. പക്ഷേ അതിന്റെ ഒരു കൺസോർഷ്യം ഉണ്ട്. നിലവിലുള്ള സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്ക്